മിനിയേച്ചർ ബഫല്ലോ ഗ്രാസ് അല്ലെങ്കിൽ പേൾ ഗ്രാസിൻ്റെ നട്ട സമയത്തുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2 മാസത്തിന് ശേഷമുള്ളൊരു റിവ്യൂ പോലെ ഇട്ടതാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മാസത്തിന് ശേഷമുള്ളൊരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഇന്നിവിടെ വെട്ടി വളം ഇടാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മാസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വെട്ടണത്. ശരിക്കും 1 മാസത്തിന് ശേഷം വെട്ടണമായിരുന്നോ, വെട്ടാത്തത് കൊണ്ടാണോ ഈ ഒരു ചുവപ്പ് കളർ വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് നല്ല വെയിലുള്ളിടത്ത് പച്ചക്കളർ വരാൻ ഭയങ്കര പാടാന്ന് കേട്ടോ. ആ പറയുന്നതിൽ കുറച്ച് സത്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിനോട് ചേർന്ന് വരുന്ന ഈ ഭാഗത്ത് കുറച്ച് വെയിൽ കുറവുള്ളൊരു ഭാഗമാണ്. ആ ഭാഗത്ത് കണ്ടോ പുല്ല് വെട്ടുന്നതിന് മുമ്പും അത്യാവശ്യം പച്ചപ്പുണ്ട്. പക്ഷേ ഇങ്ങോട്ട് മാറി വരും തോറും ഭയങ്കര ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2500 സ്ക്വയർ ഫീറ്റാണ്. അതിന് 85,000 രൂപയാണ് ആയിട്ടുള്ളത്. ഈ പുല്ല് വിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൽപ്പൊടിയിൽ ചുമന്ന മണ്ണ് ഇറക്കേണ്ട വന്നു. അതിന് 14,100 രൂപ കേട്ടോ. പിന്നെ നമ്മളിതിപ്പോൾ ഈ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പുല്ല് വെട്ടി വളമൊക്കെ ഇട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് കാണാൻ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് പച്ചപ്പുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുന്തോറും വെട്ടി വളമൊക്കെ ഇട്ടെങ്കിലും അത്ര പച്ചപ്പ് പോലെ ഒരു ചെറിയ ചുവപ്പ് കളറുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇനി ആ ചേട്ടന്മാർ വളം ഇട്ടത് ശരിയാവാത്തതുകൊണ്ടാണെന്നറിയില്ല, ചില സ്ഥലത്തൊക്കെ പച്ച കളർ തോന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പണിക്കാർ വളം ഇട്ടുകൊണ്ട് നമുക്കറിയില്ല എത്രത്തോളം അത് എവിടെയൊക്കെ എത്തി എന്നുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് വന്ന കമൻറ്റുകളായിരുന്നു, പാടത്തും പറമ്പിലൊക്കെ കാണുന്ന പുല്ലല്ലേ എന്നിട്ടാ, അതിൻ്റെ ഒരു ലുക്ക് മാത്രമാണ് ഇതിനുള്ളൂ. പക്ഷേ ഇതൊട്ടും ഹൈറ്റ് വയ്ക്കില്ല, അത് നന്നായിട്ട് ഹൈറ്റ് വയ്ക്കും. നമുക്ക് കോഴിക്കും പശുവിനൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പാകത്തിന് നല്ല പൊക്കം വയ്ക്കും കേട്ടോ. ഇതിങ്ങനെ മെത്ത വിരിച്ച പോലെ തന്നെ 2 മാസമായിട്ട് പോലും കിടക്കുമായിരുന്നു കേട്ടോ. ഒട്ടും ഹൈറ്റ് വയ്ക്കില്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിൽ പാമ്പോ കാര്യങ്ങളൊന്നും കയറി കിടക്കാനുള്ള ചാൻസ് ഒട്ടുമില്ല. കാരണം അത്രയ്ക്ക് തിങ്ങി പറ്റിച്ചേർന്നാണ് ഇത് കിടക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ചത് പോലെ പുല്ല് വളരുന്ന കാര്യം, നമ്മളൊരു കറുത്ത ഷീറ്റ് വിരിച്ചിട്ടൊക്കെയാണ് പുല്ല് ഇത് വിരിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ചെറിയ ചെറിയ കളകളൊക്കെ വരുന്നുണ്ട്, പറിച്ചു കൊടുക്കേണ്ടതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ചെടിയുടെ കാര്യമാണ് പറയാം. നമ്മുടെ സൈഡിൽ വെച്ചിരിക്കുന്ന കലാത്തിയ ചെടി നല്ല വെയിലുള്ളടുത്ത് പൊക്കം വയ്ക്കാനും ആർത്ത് വളരാനും പാടാണ്. പക്ഷെ കുറച്ച് ഷെയ്ഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡൊക്കെ കണ്ടോ പെട്ടെന്ന് തന്നെ വളർന്ന് ഹൈറ്റ് വെച്ച് വന്നിട്ടുണ്ട്, കാണാനും ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കലാത്തിയ ചെടി വെയിലടിച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല കേട്ടോ കാണാനായിട്ടും വളരുന്നതായാലും. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ബഫല്ലോ ഗ്രാസ് വെച്ചിട്ട് നമുക്കിങ്ങനെ ലോൺ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിലംപരണ്ടാന്ന് പറഞ്ഞിട്ടുള്ള പുല്ല് വെച്ചിട്ട് ലോൺ സെറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിൽ കാണുന്ന ബഫല്ലോ ഗ്രാസ് ആകുമ്പോൾ കൃത്യമായിട്ട് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ കാട് പോലെ വളരുമെന്ന് മാത്രം.